അമ്മ നമ്മുടെ കുഞ്ഞാവയ്ക്ക് പാർക്കുട്ടി എന്നല്ലേ നമ്മൾ ഇന്നലെ പേരിട്ട്. അത് നല്ല രസമുണ്ട്. പാർക്കുട്ടി അശ്വതിയൊന്നും വലുതായിട്ട് രസമില്ലായിരുന്നല്ലേ? ആ ശരിയാ, പാർക്കുട്ടി രസമുള്ള പേര്. അശ്വതി വലിയ രസമില്ലായിരുന്നല്ലേ മക്കളെ? അന്നാ അമ്മ ഞങ്ങൾ സ്കൂളിൽ പോവാണേ കേട്ടോ. ചേട്ടാ ബായ് ബായ് എന്നൊക്കെ പറയാൻ നോക്കുന്നവള്. അത് പാർക്കുട്ടി ചേട്ടൻ പോവാണേ. എടി മിന്നു, ഇത്ര നേരമായിട്ട് എന്താ ടീച്ചർ വരാത്തെ? കുട്ടികളെ സൈലൻസ്. കുട്ടികൾ ഇന്ന് പഠിത്തം കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. കാരണം നമ്മൾ ഇന്ന് എന്തായാലും സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകും എല്ലാരും കൂടെ. അയ്യോ, ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞില്ലല്ലോ ഈ കാര്യം. മിസ് ഇന്നലെ പറയായിരുന്നു, ഞങ്ങൾ അമ്മയോട് പറയത്തില്ലായിരുന്നു. ഞാൻ എന്തായാലും അമ്മേന്ന് വീട്ടിൽ പോയിട്ട് ഇപ്പൊ തന്നെ വരാം കേട്ടോ മിസ്സേ. ആ ശരി മോനെ, പൊക്കോ. അമ്മേ എന്താ മോനെ, ക്ലാസ് ഇല്ലേ? ഇന്ന് ക്ലാസ് ഇല്ല അമ്മ. ഇന്ന് വേറൊരു കാര്യമുണ്ട്. ഞങ്ങളാണെങ്കിൽ സ്കൂളിൽ തന്നെ ടൂറ് പോവാ കേട്ടോ. അമ്മ ഞങ്ങൾ പൊക്കോട്ടെ? ആ പൊക്കോ, സൂക്ഷിച്ചു പൊക്കോണേ. ആ ശരി അമ്മ, ഞാനെന്നാ പോവാ. എടി ചിഞ്ചു, ടീച്ചർ എന്തേടി? ചേട്ടാ ടീച്ചർ ആണെങ്കിൽ അങ്ങോട്ട് പോയി. കുട്ടികളെ സൈലൻസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം കണക്കാണ്. അപ്പൊ ടീച്ചറെ ട്രിപ്പ് പോകുന്നില്ലേ? എന്ത് ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾ പറയുന്നേ? അല്ല, ടീച്ചർ കുറച്ചു മുമ്പ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ട്രിപ്പ് പോകുന്നുണ്ടെന്ന്. നിങ്ങൾ എന്താ കാര്യങ്ങൾ ഈ കുട്ടികളെ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ട്രിപ്പ് പോകുന്ന കാര്യമോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു കാര്യം. അപ്പൊ മുമ്പേ ഇവിടെ ആരാ വന്നേ? ടീച്ചർ ഒന്ന് വിശ്വസിക്കും ടീച്ചറെ. ടീച്ചർ ആണെങ്കിൽ പറഞ്ഞ ട്രിപ്പ് പോകുന്ന കാര്യം. പിന്നെ മുമ്പ് ആരാ വന്ന് ഞങ്ങളോട് പിന്നെ പറഞ്ഞേ? ടീച്ചർ അല്ലേ അത്? കുട്ടികൾ, ഞാൻ നിങ്ങളോട് ട്രിപ്പിന്റെ പോകുന്ന ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. പിന്നെ ആരാ ടീച്ചറെ മുമ്പ് വന്ന? ടീച്ചറിനെ പോലെ ഇരിക്കുന്നേ കറക്റ്റ്. അയ്യോ കുട്ടികളെ, പ്രേതം! എല്ലാരും ഓടിക്കോ! അയ്യോ പ്രേതം, ഓടിക്കോ! കുട്ടികളെ, അത് പ്രേതമാ. ടീച്ചറെ, ഞാൻ വരണ ഈ കാര്യം തന്നെയാ. മുമ്പേ ആണെങ്കിൽ ടീച്ചറിനെ പോലെ ഇരിക്കുന്ന ആ പ്രേതം വന്ന് ഞങ്ങളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അയ്യോ കുട്ടികളെ, ആ പ്രേതം ചിരിക്കുന്ന സൗണ്ട് അല്ലേ കേൾക്കുന്നേ? ആരും മിണ്ടല്ലേ? എന്താടി വായം തുറന്നിരിക്കുന്നേ? വായടച്ചു വെക്കടി, വായ ഈച്ച കയറുടി. അയ്യോ പ്രേതം! പ്രേതം നീയാടി. നീ എന്റെ പ്രേതല്ലേ, മനുഷ്യമല്ലാണ്? ഞാൻ പ്രേതം തന്നെയാ. അയ്യോ ദേഹത്തോട് തുപ്പുന്ന വൃത്തിയായിട്ട് ചെന്തുവേ. എടി വൃത്തിയായിട്ട പ്രേതം എന്റെ ദേഹത്ത് തുപ്പാതെ. എടി വൃത്തിയായിട്ട പ്രേതം എന്റെ ദേഹത്ത് തുപ്പാന്ന് പറഞ്ഞേ. നിനക്ക് ശരിക്ക് തരും ഇപ്പൊ. എന്റെ പൊന്ന പ്രേതം തുപ്പായിരിക്കും അവിടുന്ന്. നീ എന്നെ തുപ്പുന്ന? എനിക്ക് ശരിക്ക് തരാം. അയ്യേ തുപ്പല്ല തള്ളേ. നീ എന്നെ തുപ്പില്ല കൊറേ നേരം. അയ്യോ എന്റെ പിന്നെ ഓടിക്കോ. ഇത് എന്നെക്കാളും വലിയ തുപ്പൽ പ്രേതമാണെന്ന് തോന്നുന്നു. ടീച്ചർ എന്തായാലും ഒരു സംഭവം. എങ്ങനെയുണ്ട് മക്കളെ? ടീച്ചർ ഒരു സംഭവല്ലേ? അയ്യോ എന്റെ നടു പോയേ. അയ്യോ ടീച്ചറെ, എന്ത് പറ്റി? എനിക്ക് ടീച്ചറെ എന്തേലും പറ്റിയ ടീച്ചറെ? ഒന്നും പറ്റിയില്ല. എന്റെ തുള്ളാതെ കണ്ടപ്പോഴേ എനിക്ക് തന്നെ തോന്നി ഞാൻ നടു പിടിച്ച് വീഴുമെന്ന്. മക്കളെ, നമ്മളെന്തായാലും ആ പ്രേതം കാരണം ഇത്തിരി പേടിച്ചതല്ലേ ഒത്തിരി. അതുകൊണ്ട് നമുക്ക് നല്ല റിഫ്രഷ് ആയാൽ നമുക്ക് എന്തായാലും ശരിക്കും ഒരു ടൂറിന് പോയാലോ മക്കളെ? എന്നാ മക്കളെ, ഞാൻ ടൂറിസ്റ്റ് ബസ്സുകാരെ വിളിക്കട്ടെ. ആ ശരി ടീച്ചറെ. ഹലോ, ജയഗുരു ട്രാവൽസ് അല്ലേ? എന്താ മേഡം കാര്യം വിളിച്ചേ? ഒരു സ്കൂൾ ട്രിപ്പിനെ കുറിച്ചായിരുന്നു പറയാൻ പോന്നെ. നിങ്ങളാണെങ്കിലേ തക്കാളക്കവല വരണം കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് വരണം കേട്ടോ. ആ ശരി മേഡം, തക്കാളിക്കവലയല്ലേ? ആ തക്കാളിക്കവലയാണ്. ആ മക്കളെ, ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മക്കളെ ബസ് വരുന്നു. ഹായ്, ബസ് വരുന്നേ. അയ്യോ വണ്ടി ഇടിച്ചേ. താൻ എന്തോ കാണിക്കുവാടോ? കണ്ണു കാണത്തില്ല വണ്ടി വരുന്നേ. എന്താ തനിക്ക് കണ്ണില്ലേ? ആ എനിക്ക് കണ്ണുണ്ട്. തനിക്ക് എന്താ കണ്ണില്ലാത്ത? ആ എനിക്കും കണ്ണുണ്ട്. വേണ്ട കാണിച്ചു തരും. അങ്ങോട്ട് നോക്കി. വേണ്ട കണ്ണുണ്ട്, കണ്ടില്ലേ? ആ എനിക്ക് കണ്ണുണ്ട്. വേണ്ട നോക്കണം ഇങ്ങോട്ട് എന്റെ കണ്ണു. മര്യാദക്ക് ബസ് ഇടിച്ചോണ്ട് നഷ്ടപരിഹാരം തന്നണം. നീയൊക്കെ ഞങ്ങൾക്ക് പൈസ തരണ്ടേ കേട്ടോ. മര്യാദക്ക് പൈസ തന്നണം കേട്ടോടാ. നീ പോടാ, നീ എനിക്ക് പൈസ തരണ്ടേ. പൈസ തന്നില്ല എന്റെ സ്വഭാവം മാറും കേട്ടോ. ദാണ്ട ഇവ കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നേ. അതിന് നീ ആരടാ പറയാ ഞാൻ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാ? ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കില്ല. കള്ളു കുടിച്ചിട്ട് എന്റെ വണ്ടി വന്ന് ഇടിച്ചല്ലേ നീ. ഹലോ സാറേ. ആ എന്താ കാര്യം? അത് പിന്നെ സാറേ, ഈ ഒരു KSRTC കാരനാണെങ്കിലേ എന്റെ വണ്ടിയാണെങ്കിൽ ഇടിച്ച് കള്ളു കുടിച്ചിട്ട് വന്നിട്ട്, ഞാനാണ് ടൂറിസ്റ്റ് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണേ. ഇയാളാണെങ്കിലേ കള്ളു കുടിച്ചിട്ട് മദ്യപിച്ചിട്ടേ എന്റെ വണ്ടി വന്ന് ഇടിച്ച്. എന്നിട്ട് ഇയാൾ നഷ്ടപരിഹാരം ചോദിക്കുക. നീ ആരാടാ വിളിക്കുന്നേ? മത്തങ്ങ തലയാ.
കേട്ടോ സാറേ അയാളുടെ സംസാരം മദ്യപിച്ചിട്ട്? ആ ഞാൻ കേട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇവനാണ് മദ്യപിച്ചിട്ട് നിങ്ങളുടെ ബസ്സിനെ വന്ന് ഇടിച്ചേ? ആ ഇവനാ സാറേ, പിടിച്ചോണ്ട് നോക്കോ. അതെ, നിങ്ങൾ സ്റ്റേഷനെ പറഞ്ഞ ഇയാളുടെ ഞങ്ങളാണെങ്കിൽ നഷ്ടപരിഹാരം മേടിച്ചു തരാം കേട്ടോ. ഓ ഭാഗ്യത്തിന് സാറേ, ഹെഡ്ലൈറ്റും പിന്നെ കുറച്ച് ഭാഗം ചളുങ്ങിയിട്ടേ ഉള്ളൂ ഭാഗ്യത്തിന്. ഞാൻ സ്കൂൾ ട്രിപ്പിന്റെ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊന്ന് പൊക്കോട്ടെ, പിന്നെ സ്റ്റേഷനിൽ ഞാൻ വന്നോളാം. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് സാവധാനം വന്നാൽ മതി. എന്നാ ഞാൻ ഇയാളെ കൊണ്ട് പോവാ. വണ്ടി ഇടിച്ച് തകർക്കാനായിട്ട് ഓരോ കള്ളു കുടിച്ചിട്ട് ഓരോമാര് വരും ഇങ്ങനെ. ആ നശിച്ച് വണ്ടി ചവിട്ടി എന്റെ കാല് പോയല്ലോ. ഞാനെന്നാ പോട്ടെ. അപ്പൊ കുട്ടികൾ നമ്മൾ ഇവിടെയാണ് 2-3 ദിവസത്തേക്ക് ടെന്റ് അടിച്ച് താമസിക്കാൻ പോകുന്നത്. കുട്ടികളെ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? എന്റെ പൊന്ന് ടീച്ചർ, ഈ സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പ്, തീന്റെ ചൂട്, നല്ല രസമുണ്ട് ടീച്ചറെ. എന്നാ കുട്ടികൾ നിങ്ങൾ എല്ലാവരും ടെന്റ് അടിച്ചോ? അയ്യോ, അത് കുറുക്കം കരയുന്ന സൗണ്ട് അല്ലേ കേൾക്കുന്നത്? ചേട്ടാ നമുക്ക് ടെന്റ് ഒന്ന് തുറന്ന് നോക്കിയാലോ? ഒന്ന് പോടി ചിഞ്ചു, ടെന്റ് തുറന്നു പോകാൻ മിണ്ടത്. എത്ര മണിയായി? 5 മണിയായല്ലോ. ഒന്ന് എഴുന്നേക്കാം. ആരും ഉണർന്നില്ലല്ലോ, ഞാൻ മാത്രം ഉണർന്നുള്ളൂ. അയ്യോ, പിന്നെയും കുറുക്കും കൂന്ന നിൽക്കല്ലോ. മനുഷ്യന് പേടി വന്നിട്ട് അയ്യോ പല്ലി കേൾക്കാന്ന് വെച്ച് സമ്മതിക്കത്തില്ലല്ലോ ഇത്. അല്ല സത്യം പറഞ്ഞ ഞാൻ എന്തിനാ പേടിക്കുന്നത്? കുറുക്കും കൂന്ന് അവിടെ കിടന്നു പോട്ടെ, എനിക്കെന്താ. ഞാനിനി എന്തായാലും പല്ലി ആക്കട്ടെ. ഓ പല്ല് തേച്ച് കഴിഞ്ഞ് ഇനി ഇവരൊക്കെ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചാലോ? ആഹാ, നീ എഴുന്നേറ്റോ? ആ ഞാനാണെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ്. വേറെ ആരെങ്കിലും എഴുന്നേറ്റോ? ടെന്റിന്റെ തന്നെ പേടിച്ചിരിക്കുവാണോ? ചേട്ടാ കുറുക്കൻ ഓളിയിടുന്ന സൗണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പേടി വരുന്ന സൗണ്ട് കേട്ടിട്ട്. നമ്മളെന്തിനാണ്ട് പേടിക്കുന്നത്? ആ കുറുക്കനൊക്കെ ഇരുന്ന് എവിടെയെങ്ങാണ്ട് ഇരുന്ന് കൂവല്ലേ, ഇങ്ങോട്ടൊന്നും വരത്തില്ല കുറുക്കൻ. ചേട്ടാ എനിക്ക് കുറുക്കനല്ല പേടി, പ്രേതനെയാ. കുറുക്കൻ പോകുമ്പോ പ്രേതം വരുമെന്നാ പറയുന്നത്. ഇനി നമ്മുടെ അമ്മമാര് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതല്ലേ അതൊക്കെ. ചേട്ടാ എന്തായാലും ഒരു ചെറിയൊരു പേടി. നീ എന്തിനാടി പേടിക്കുന്നത്? ഞാനുണ്ട്, മിന്നുണ്ട്, മണിക്കൂട്ടനുണ്ട്, ടീച്ചറുണ്ട്. ഇത്രയും പേരില്ല, നീ എന്നതിനാ എന്നെ പേടിക്കുന്നത്? എത്ര ആളുണ്ടെന്ന് പറഞ്ഞാല് പ്രേതത്തിന് ഭയങ്കര ശക്തിയല്ലേ. അയ്യോ ചേട്ടാ, പിന്നെയും കുറുക്കൻ ഓളിടുന്നു. എടി ചിഞ്ചു, നീ ആണെങ്കിലേ പോയി പല്ല് തേക്കടി. ഓ എന്തൊരു വായനാറ്റോ, പോയി പല്ല് തേക്കടി നീ ആദ്യം. ആ നീ പല്ല് തേച്ച് കഴിഞ്ഞോ? ഞാൻ തേച്ച് കഴിഞ്ഞു ചേട്ടാ. പക്ഷെ എന്താന്നറിയത്തില്ല, വേറെ ആരും എഴുന്നേക്കുന്നില്ലല്ലേ. ആഹാ മണിക്കൂട്ട, നീ എഴുന്നേറ്റോടാ? ആ ഞാനാണീ പല്ല് കേൾക്കാൻ എഴുന്നേറ്റതാ. ആ എന്നാ നീ പോയി പല്ല് തേക്ക്. ആഹാ മിന്നു, നീ എഴുന്നേറ്റോ? ചേട്ടാ ഞാൻ പല്ല് കേൾക്കട്ടെ. ആ ശരി. എടാ നമ്മളെല്ലാരും എഴുന്നേറ്റല്ലോ, ടീച്ചർ എന്താ എഴുന്നേക്കാത്തെ? ആഹാ കുട്ടികളെ നിങ്ങൾ എല്ലാരും ഉണന്നോ? ആ അതെ ടീച്ചറെ, ഞങ്ങളെല്ലാരും പല്ല് വെച്ചിട്ട് നിക്കുവാ. എന്നാ കുട്ടികളെ ടീച്ചർ ആണെങ്കിൽ പല്ല് കേൾക്കട്ടെ. ചേട്ടാ കുറുക്കൻ പിന്നെ ഓളിടുന്നു. എടി ചിഞ്ചു, നീ ഇനി എന്നാത്തിനാ പേടിക്കുന്നത്? എല്ലാരും ഉണന്നില്ലേ?